ഹായ് ഓൾ, +1 ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററായിട്ട് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ എന്നൊരു ഐഡിയ കൊണ്ടുവന്ന ആളാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ വാസ് ദ ഏർലിയസ്റ്റ് ടു അറ്റംപ്റ്റ് മോർ സയൻറ്റിഫിക് ബേസിസ് ഫോർ ക്ലാസിഫിക്കേഷൻ. അരിസ്റ്റോട്ടിലായിരുന്നു ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ എന്നൊരു ഐഡിയ വരെ നമുക്ക് കൊണ്ടുവന്നത്. ആൻഡ് ഹി യൂസ് ടു സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടായിരുന്നു അയാൾ ക്ലാസിഫൈ ചെയ്തത്. പ്ലാന്റ്സിനെ എന്തായിട്ടാണ്? ട്രീസ്, shrubs ആൻഡ് ഹെർബ്സ് ആയിട്ടായിരുന്നു പ്ലാന്റ്സിനെ അയാൾ ക്ലാസിഫൈ ചെയ്തത്. അരിസ്റ്റോട്ടിൽ പ്ലാന്റ്സിനെ ട്രീസ്, shrubs ആൻഡ് ഹെർബ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അതുപോലെ ആനിമൽസിനെയും ആൾ ക്ലാസിഫൈ ചെയ്തു. എങ്ങനെ? വിച്ച് ഹാവിങ് റെഡ് ബ്ലഡ്സ് ആൻഡ് ദാറ്റ് ഡിഡ് നോട്ട്. റെഡ് ബ്ലഡ്സ് ഉള്ളവരും റെഡ് ബ്ലഡ് ഇല്ലാത്തവരെയുമായിട്ടായിരുന്നു ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ലിന്നേഴ്സിന് അറിയില്ലേ, ബൈനോമിയൽ നോമൻക്ലേച്ചർ, ബൈനോമിയൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ലിന്നേഴ്സ്. ആ ലിന്നേഴ്സ് ആയിരുന്നു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ആൻഡ് 2 കിങ്ഡം ആരൊക്കെയായിരുന്നു? കിങ്ഡം പ്ലാന്റേയും കിങ്ഡം ആനിമേലിയും ആയിരുന്നു അതിലുള്ള 2 കിങ്ഡം. ഇതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ചാൽ, സെൽവാൾ ഉള്ളവരൊക്കെ പ്ലാന്റേയും സെൽവാൾ ഇല്ലാത്തവരൊക്കെ ആനിമേലിയും ആയിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തത്. പക്ഷേ ഇതിന് കുറേ എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു. എക്സെപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ, ദേ ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ്, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. ഓക്കെ, എന്താണ് യൂകാരിയോട്സിനെയും പ്രോകാരിയോട്സും എക്സെപ്ഷൻ ആണെന്ന് ചോദിച്ചാൽ, യൂകാരിയോട്ടിൻ്റെ എക്സാമ്പിളാണ് പ്ലാന്റ്സ്, പ്രോകാരിയോട്ടിൻ്റെ എക്സാമ്പിളാണ് ബാക്ടീരിയ. ഈ ബാക്ടീരിയക്ക് സെൽ വാൾ ഉണ്ട്. നിങ്ങൾ പഠിക്കും, ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. ബാക്ടീരിയക്ക് സെൽ വാൾ ഉണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സിനും സെൽ വാൾ ഉണ്ട്. സെൽ വാൾ ഉള്ളവരൊക്കെ പ്ലാന്റ്സ് ആണ്, കിങ്ഡം പ്ലാന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു എക്സെപ്ഷൻ ആയിരുന്നു. യൂകാരിയോട്സും പ്രോകാരിയോട്സും സെയിം ഗ്രൂപ്പ്, സെയിം കിണ്ടത്തിൽ വന്നതൊരു എക്സെപ്ഷൻ ആയിരുന്നു. അതുപോലെ തന്നെയാണ് യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും. അതിനും ഇതേ എക്സെപ്ഷൻ തന്നെ പറയും. ഈ ഇതേ എക്സാമ്പിൾ നമുക്ക് പറയാം. ഈ ബാക്ടീരിയ ഒരു യൂണിസെല്ലുലാർ ആണ്, പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സെല്ലുലാർ ആണ്. ഇവർ 2 പേരും കിങ്ഡം പ്ലാന്റിൽ വരുമ്പോൾ ഇവരുടെ ഒരു യൂണിസെല്ലുലാർ മൾട്ടി സെല്ലുലാർ ഡിസ്റ്റിങ്വിഷൻ ഇല്ലായിരുന്നു. അതൊരു എക്സെപ്ഷൻ ആയിരുന്നു. അതുപോലെ മൂന്നാമത്തെ എക്സെപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഫോട്ടോസിന്തറ്റിക്കും നോൺ ഫോട്ടോസിന്തറ്റിക്കും ഒരേ കിണ്ടത്തിൽ വന്നു. എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഗ്രീൻ ആൽഗയും അതുപോലെ ഫംഗയും ഗ്രീൻ ആൽഗ പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ആണ്, ഫംഗ എന്ന് പറയുന്നത് ഹെട്രോട്രോഫിക്, അതായത് നോൺ ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? സെയിം കിണ്ടത്തിൽ വന്നു. അതുകൊണ്ട് അതും ഒരു എക്സെപ്ഷൻ ആയിരുന്നു. അപ്പോൾ ഈ 3 എക്സെപ്ഷൻ നിങ്ങൾ നല്ലോണം നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇതുപോലെ അരിസ്റ്റോട്ടിൽ തുടങ്ങി വെച്ച ക്ലാസിഫിക്കേഷൻ, പിന്നെ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിലും ഇങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ക്ലാസിഫിക്കേഷൻ ഉള്ള ഒരു അടുത്ത ക്ലാസിഫിക്കേഷനാണ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ഏർണസ്റ്റ് ഹെയ്ക്കൽ. അതിലുള്ള പ്രോട്ടിസ്റ്റി ആയിരുന്നു അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു ഏർണസ്റ്റ് ഹെയ്ക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രോട്ടിസ്റ്റനെ ആയിരുന്നു, കിങ്ഡം പ്രോട്ടിസ്റ്റ. ഇതുവരെ നമുക്ക് എത്ര കിങ്ഡം കിട്ടി? കിങ്ഡം പ്ലാന്റേയും കിങ്ഡം ആനിമേലിയും. ഇപ്പം മൂന്നാമതായിട്ട് കിങ്ഡം പ്രോട്ടിസ്റ്റ കിട്ടി. ഇത് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ആര് പറഞ്ഞു? ഏർണസ്റ്റ് ഹെയ്ക്കൽ. പിന്നെ 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു, കോപ്ലാൻഡ് ആയിരുന്നു. അതിൽ മൊനീറനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കിങ്ഡം മൊനീറ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കോപ്ലാൻഡ്. അപ്പോൾ 4 കിങ്ഡം ആയില്ലേ? എത്ര കിണ്ടായി? കിങ്ഡം പ്ലാന്റേ, കിങ്ഡം ആനിമേലിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ ആൻഡ് കിങ്ഡം മൊനീറ. അങ്ങനെ ഇതും പോരാ, ഇനിയും കുറേ എക്സെപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവസാനം നമ്മളുടെ ഹീറോ ആയിട്ടുള്ള RH വിറ്റേക്കർ 1969, ഈ ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ഓർമ്മിച്ച് വെക്കണം കേട്ടോ. RH വിറ്റേക്കർ 1969 എന്ത് കൊണ്ടുവന്നു? കാണുന്നില്ലേ? ഓക്കെ, 1969 RH വിറ്റേക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുപോകുന്നു. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, RH വിറ്റേക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. പിന്നെ ഇതിലെ 5 കിങ്ഡം ആരൊക്കെ? ഈ 5 കിങ്ഡത്തിൽ 5ാമത്തെ കിങ്ഡം ആരായിരുന്നു അറിയോ? കിങ്ഡം ഫഞ്ചി ആയിരുന്നു. അപ്പം മൊത്തം നമുക്ക് പറയാം: മൊനീറ, പ്രോട്ടിസ്റ്റ,
ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് ആനിമേലിയ. ഈ 5 കിങ്ഡം ആയിരുന്നു അവസാനം ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെയും ക്ലാസിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. നിങ്ങൾ ലാസ്റ്റിൽ പഠിക്കും. ഈ ഒരു ചാപ്റ്ററിന്റെ എൻഡിൽ നിങ്ങൾക്ക് മനസ്സിലാകും അടുത്ത ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു എന്നൊക്കെ. ഈ RH വിറ്റേക്കർ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തത്. അതിലെ ക്രൈറ്റീരിയസ് എന്തൊക്കെയാന്ന് നോക്കാം. ഈ ക്രൈറ്റീരിയ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഇതായിരുന്നു ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇതിൽ സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ് ആർ ദി ക്രൈറ്റീരിയ ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ നിങ്ങളുടെ പേജ് നമ്പർ 70 നിങ്ങൾക്ക് കാണാം. ഇത് ക്ലാസിഫിക്കേഷൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് പറയാണ് ക്ലാസിഫൈ ചെയ്തത് ഓരോന്നിൻ്റെയും. അപ്പം ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തോളി. ആദ്യത്തെ തന്നെ മൊനീറ എന്താണ്? ഒരു പ്രോകാരിയോട്ട്. മൊനീറയുടെ സെൽ ടൈപ്പ് എന്താണ്? പ്രോകാരിയോട്ട് ആണ്. പക്ഷേ ബാക്കിയുള്ള പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, ആനിമേലിയ ഒക്കെ എന്താണ്? യൂകാരിയോട്ട്സ് ആണ്. ദ ഓൺലി പ്രോകാരിയോട്ട് ആരാണ്? മൊനീറയാണ്. അതർ 4 ആർ യൂകാരിയോട്ട്സ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഹൗ മെനി ഓഫ് ദം ആർ യൂകാരിയോട്ട്സ്? അപ്പോൾ എത്ര ആൾക്കാർ യൂകാരിയോട്ട്സ് ആണ്? 4 ആർ യൂകാരിയോട്ട്സ്. പിന്നെ ഇവരുടെ സെൽ വാൾ ആണ്. മൊനീറയുടെ സെൽ വാൾ നോൺ സെല്ലുലോസിക് ആണ്, വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പോളിസാക്കറൈഡ് ആൻഡ് അമിനോ ആസിഡ്സ്. പോളിസാക്കറൈഡ്സും അമിനോ ആസിഡ്സും വെച്ചിട്ടാണ് ഇവരുടെ സെൽ വാൾ ഉണ്ടാക്കിയത്. ഇതിനെ നമുക്ക് ഒറ്റയടിക്ക് പറയാം പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയാം. അപ്പം മൊനീറയുടെ സെൽ വാൾ എന്താണ്? പെപ്റ്റിഡോഗ്ലൈക്കാൻ ആണ്. പ്രോട്ടിസ്റ്റയിൽ സെൽ വാൾ ഉണ്ട്, പക്ഷെ കുറച്ച് ചിലർക്കേ ഉള്ളൂ. ഫംഗയിൽ സെൽ വാൾ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? കൈറ്റിൻ ആണ്. നമുക്കറിയാം കൈറ്റിൻ നമ്മളുടെ പ്രൗൺസിലൊക്കെ കൈറ്റിൻ്റെ സെൽ വാളാണ്. അതുപോലെ തന്നെ കൈറ്റിന് സെൽ വാളാണ് ഇത് ഫംഗയിലുള്ളത്. പ്ലാന്റയിലാണെങ്കിൽ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ചോദിക്കട്ടെ, ആനിമൽസിൽ കിങ്ഡം ആനിമേലിയയിൽ സെൽവാൾ ഉണ്ടോ? നമുക്ക് സെൽവാൾ ഉണ്ടോ? നമുക്ക് സെൽവാൾ ഇല്ല. ഇറ്റ് ഇസ് ആബ്സെന്റ്. ഇനി പ്രോകാരിയോട്സിന് നമുക്കറിയാം അവർക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നുമില്ല. ഓൾ ദെയർ ന്യൂക്ലിയർ മെംബ്രെയിൻസ് ആർ ആബ്സെന്റ്. അങ്ങനെയാകുമ്പം ന്യൂക്ലിയർ മെംബ്രെയിൻ മൊനീറയ്ക്ക് ഉണ്ടോ? മൊനീറ ഒരു പ്രോകാരിയോട്ട് അല്ലേ? യെസ്. അപ്പം മൊനീറയിൽ ഇത് കാണുന്നില്ല. എന്ത് കാണുന്നില്ല? ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും യൂകാരിയോട്ട് ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇസ് പ്രസൻറ്റ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇസ് പ്രസൻറ്റ് ഇൻ ഫംഗൈ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇസ് പ്രസൻറ്റ് ഇൻ പ്ലാന്റേ ആൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇസ് പ്രസൻറ്റ് ഇൻ അനിമേലിയ. അടുത്തത് അവരുടെ ബോഡി ഓർഗനൈസേഷൻ ആണ്. മൊനീറ സെല്ലുലാർ ആണ്, പ്രോട്ടിസ്റ്റ സെല്ലുലാർ ആണ്, യൂണിസെല്ലുലാർ ആണ് മൊനീറയും പ്രോട്ടിസ്റ്റയും. ഫംഗൈ മൾട്ടി സെല്ലുലാർ വിത്ത് ലൂസ് ടിഷ്യൂ ആണ്. പ്ലാന്റയിൽ ടിഷ്യൂ ഉണ്ട്, ഓർഗനും ഉണ്ട്. ആനിമേലിയയിൽ ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഉണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്. ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഉണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്. അടുത്തത് ഇവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. മൊനീറ ഓട്ടോട്രോഫിക് ആകാം, ഹെട്രോട്രോഫിക് ആകാം. ഓട്ടോട്രോഫിക്കിൽ തന്നെ എന്താണ്? കീമോസിന്തറ്റിക് ആകാം, ഫോട്ടോസിന്തറ്റിക്കും ആകാം. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫും ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫും ഉണ്ട്. ഹെട്രോട്രോഫിക് ആണെങ്കിൽ ദേ മേ ബി സാപ്രോഫൈറ്റ് ഓർ പാരസൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്രോട്ടിസ്റ്റ ഇറ്റ് ഇസ് ഓട്ടോട്രോഫിക്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ബേക്ക് ദെയർ ഓൺ ഫുഡ് ബൈ ഡിപ്പെൻഡിങ് ഓൺ ലൈറ്റ്, വാട്ടർ, മിനറൽസ് ഒക്കെ വെച്ചിട്ട് ദേ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഓട്ടോട്രോഫ്സ്. ഓക്കെ, ഇപ്പോൾ പ്രോട്ടിസ്റ്റ ഓട്ടോട്രോഫിക് ആണ്, പക്ഷെ അവർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ആണ് കേട്ടോ, കീമോസിന്തറ്റിക് അല്ല. അതുപോലെ ദേ ആർ ഓൾസോ ഹെട്രോട്രോഫിക്. ചില സമയത്ത് അവർ ഹെട്രോട്രോഫിക് ആയിട്ടും ആകാം. ഫംഗൈ പക്ഷേ ഹെട്രോട്രോഫിക് തന്നെയാണ്, വിച്ച് ഇസ് സാപ്രോഫൈറ്റിക് ഓർ പാരസൈറ്റിക്. പ്ലാന്റേ എന്താണ്? ഇറ്റ് ഇസ് ഓട്ടോട്രോഫിക്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക്, വിച്ച് ഇസ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക്. അനിമേലിയ എന്താണ്? ഹെട്രോട്രോഫിക് ആണ്, ഹോളോസോയിക്കും ഉണ്ട്, സാപ്രോഫൈറ്റിക്കും ഉണ്ട്. നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നവർ, നമ്മൾ വിഴുങ്ങാറിലല്ലേ, അങ്ങനെയുണ്ട്. ചിലപ്പോൾ നമ്മൾ ഡെഡ് ആയിട്ടുള്ളവരെ
ഡെഡ് ആയിട്ടുള്ളവരെ കഴിക്കുന്നവരും ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് മോഡ് ഓഫ് ന്യൂട്രീഷനും ഉണ്ട്. അതാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞതിനെ പറ്റി ജസ്റ്റ് ഒരു ഡീറ്റെയിൽ ആണ്. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഐ വിൽ ടെൽ യു. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കളയാം. ആദ്യത്തേത് മൊനീറയാണ്. മൊനീറ പ്രോകാരിയോട്ടാണ്. അപ്പോൾ ഇതൊരു പ്രോകാരിയോട്ടാണ്. ഇവർ യൂണിസെല്ലുലാർ ആണ്. അബ്സോർബർ ഫോട്ടോസിന്തസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോസിന്തസൈസ് ചെയ്യും. മോട്ടൈൽ ആകാം, നോൺ മോട്ടൈൽ ആകാം, അസെക്ഷൽ ആണ്. ഇത് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറയുന്ന ഒരു ഇതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് പ്രോട്ടിസ്റ്റ ഒരു യൂകാരിയോട്ടിക് യൂണിസെല്ലുലാർ ആണ്. അപ്പം ഈ ഒരു ലൈൻ വരെ നമുക്ക് യൂണിസെല്ലുലാർ എന്ന് പറയാം. ഇവിടുന്ന് താഴെയുള്ളവരൊക്കെ യൂണിസെല്ലുലാർ ആണ്. അതുപോലെ ഇവിടുന്ന് താഴെയുള്ളവരൊക്കെ പ്രോകാരിയോട്ടുമാണ്. അപ്പം ഇവിടുന്ന് മേലോട്ടുള്ളവരൊക്കെ ആരാണ്? യൂകാരിയോട്ടാണ് കേട്ടോ. ഇവിടുന്ന് മേലോട്ടുള്ളവരൊക്കെ യൂകാരിയോട്ടും ഈ ഒരു ലൈനിന് താഴോട്ടുള്ളവരൊക്കെ പ്രോകാരിയോട്ടും ആയിരിക്കും. പക്ഷെ ഇവിടുന്ന് താഴോട്ടുള്ളവരൊക്കെ യൂണിസെല്ലുലാർ ആണ്. ഇവിടുന്ന് മേലോട്ടുള്ളവരൊക്കെ അപ്പം എന്തായിരിക്കും? മൾട്ടി സെല്ലുലാർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രോട്ടിസ്റ്റ യൂകാരിയോട്ടിക് യൂണിസെല്ലുലാർ ആണ്. മൾട്ടി സെല്ലുലാറും ആകാം ചില സമയത്ത്. അബ്സോർബ്, ഇൻജസ്റ്റ് ആൻഡ് ഫോട്ടോസിന്തസൈസ്, സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കാറുണ്ട്. പിന്നെ നമ്മളുടെ ഓർഡർ പറഞ്ഞ ഫഞ്ചൈ അല്ലേ. ഫഞ്ചൈ യൂകാരിയോട്ട് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, നോൺ മോട്ടൈൽ ആണ്, സെക്ഷൽ ആണ്. പിന്നെ പ്ലാന്റേ എന്താണ്? യൂകാരിയോട്ട് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, നോൺ മോട്ടൈൽ, സെക്ഷൽ ആണ്. ഏതെങ്കിലും പ്ലാന്റ് മൂവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ദേ ആർ നോൺ മോട്ടൈൽ. ആനിമയിലെ യൂകാരിയോട്ട്, മൾട്ടി സെല്ലുലാർ, ഇൻജസ്റ്റ് ആൻഡ് മോട്ടൈൽ ആൻഡ് സെക്ഷൽ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ചാൽ മതി, കൂടുതലൊന്നുമില്ല. ഇത്രയും പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഒരു ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ ആയിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ കിങ്ഡം മൊനീറയാണ്. നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിങ്ഡമാണ് കിങ്ഡം മൊനീറ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല, എന്താ പറയുക, 5 കിങ്ഡം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആദ്യം പറയാൻ പോകുന്നത് കിങ്ഡം മൊനീറയാണ്. മൊനീറൻ്റെ സോൾ മെമ്പർ ആരാണ്? ബാക്ടീരിയ ആർ ദ സോൾ മെമ്പർ ഓഫ് കിങ്ഡം മൊനീറ. Bacteria is the sole member of kingdom Monera. Most abundant microorganism ആണ്. നമ്മളിപ്പോൾ ഒരു ഈ ബാക്ടീരിയ ഒക്കോർ ഓൾമോസ്റ്റ് എവ്രിവെയർ ആണ്. നമ്മളൊരു കയ്യിൽ കുറച്ച് മണ്ണെടുക്കാന്ന് വിചാരിച്ചാൽ അതിൽ എന്തുണ്ടാവും? ഹൺഡ്രഡ്സ് ഓഫ് ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ ഹാൻഡ് ഫുൾ ഓഫ് സോയിൽ ആണ്. ആൻഡ് ദേ ലീവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റേറ്റ് സച്ച് ആസ് ഹോട്ട് സ്പ്രിംഗ്, ഡെസേർട്ട്, snow, deep oceans, and where very few other life forms survive. So എല്ലാ എക്സ്ട്രീം ഹാബിറ്റേറ്റിൽ വരെ മൊനീറകൾ അല്ലെങ്കിൽ ബാക്ടീരിയനെ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ക്യാൻ സർവൈവ് എനിവർ. അതുപോലെ ബാക്ടീരിയ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ സ്ഫെറിക്കൽ ഷേപ്ഡ് കോക്കസ്, യു കാൺ സീ ഐ തിങ്ക്. റോഡ് ഷേപ്പ്ഡ് ബാസിലസ്, ഇതാണ് കേട്ടോ കോക്കസ്. റോഡ് ഷേപ്പ്ഡ് ബാസിലസ്. റോഡ് ഇങ്ങനെ ഒരു റോഡ് പോലെയല്ലേ, അതുകൊണ്ടാണ് റോഡ് ഷേപ്ഡ് എന്ന് പറയുന്നത്. കോമ ഷേപ്പാണ് വിബ്രിയോ, കണ്ടോ, കോമ ഷേപ്ഡ് വിബ്രിയോ. സ്പൈറൽ ഷേപ്പ്ഡ് സ്പൈറലം, ഇത് സ്പൈറൽ ഷേപ്പ്ഡ് അല്ലേ, ഒരു ഇങ്ങനെയുള്ളൊരു ഷേപ്പ് അല്ലേ, അതുകൊണ്ട് അത് സ്പൈറലം. സ്പെറിക്കൽ റൗണ്ടിലായതുകൊണ്ട് ഇത് കോക്കസ്. റോഡ് പോലെ ഒരു റോഡിനെ പോലെ, റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്ട്രക്ചർ ആയതുകൊണ്ട് ഇത് എൻ്റെ പേര് ബാസിലസ്. പിന്നെ അടുത്തത് കോമ ഷേപ്ഡ് വിബ്രിയോ, സ്പൈറൽ ഷേപ്ഡ് സ്പൈറലം. ഇത് ഒരു 2 പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ കിട്ടും, പിന്നെ നമ്മളോട് മറന്നൊന്നും പോകില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. നെക്സ്റ്റ് വന്നിട്ട് ബാക്ടീരിയൽ സ്ട്രക്ചർ ഇസ് വെരി സിമ്പിൾ. ബാക്ടീരിയനെ കണ്ടാൽ നമുക്ക് ആളൊരു സിമ്പിളാന്നൊക്കെ തോന്നും,
പക്ഷേ വിച്ച് ഇസ് വെരി കോംപ്ലെക്സ് ഇൻ ബിഹേവിയർ. ആളുടെ സ്വഭാവം പറ്റ മോശമാണ്, വെരി കോംപ്ലെക്സ് ഇൻ ബിഹേവിയർ ആണ്. സിമ്പിൾ, കാണാനൊന്നും ഉണ്ടാവില്ല. ബാക്ടീരിയ നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ തന്നെ പറ്റൂല. പക്ഷേ വെരി സിമ്പിൾ ബട്ട് വെരി കോംപ്ലെക്സ് ഇൻ ബിഹേവിയർ. മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ഗ്രൂപ്പാണ്. ദ ബാക്ടീരിയ ഷോ ആസ് എ ഗ്രൂപ്പ് ഷോ ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. നിങ്ങൾ ഈ ഒരു സെൻറ്റൻസിൽ ഇപ്പം ഞാൻ പറഞ്ഞ അത് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. കുറേ MCQ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. ഈ പേജ് നമ്പർ 90 നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫ് കാണാൻ പറ്റും. ഫസ്റ്റ് പാരഗ്രാഫ് വെരി ഇമ്പോർട്ടൻറ്റ് പാരഗ്രാഫാണ്. ആ ഒരു പാരഗ്രാഫ് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസിലും കാണാറുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് സം ഓഫ് ദ ബാക്ടീരിയ ആർ ഓട്ടോട്രോഫിക്. ബാക്ടീരിയ ഓട്ടോട്രോഫിക് ആകാം, ഹെറ്ററോട്രോഫിക് ആകാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. സം ആർ ഓട്ടോട്രോഫിക്, ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് എന്നാണ്. ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. ദേ മേ ബി ഫോട്ടോസിന്തറ്റിക് ആകാം ഓർ കീമോസിന്തറ്റിക് ആകാം. ആൻഡ് സം ടൈം ദേ മേ ബി ഹെറ്ററോട്രോഫിക്. ഓക്കെ, ഇനി ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആർക്കി ബാക്ടീരിയ. ആർക്കി പറഞ്ഞ ആൻഷ്യൻ്റ് ആണ്. ആർക്കി പറഞ്ഞ ആൻഷ്യൻ്റ് ബാക്ടീരിയ എന്നാണ്. ആൻഷ്യൻ്റ് ബാക്ടീരിയ, പഴയ ബാക്ടീരിയ എന്നൊക്കെ പറയാം, പണ്ടുള്ളതെന്നൊക്കെ പറയാം. ദേ ലീവ് ഇൻ സം ഓഫ് ദ ഹാർഷ് ഹാബിറ്റേറ്റിൽ ലീവ് ചെയ്യുന്നവരാണ്. ലൈക്ക് എക്സ്ട്രീംലി സോൾട്ട് ഏരിയസിൽ ജീവിക്കുന്നവർ ഹാലോഫൈൽസ്. ഈ എക്സാമ്പിൾ പഠിക്കണേ. എക്സ്ട്രീംലി സാൾട്ടി ഏരിയാസിലുള്ളവർ ഹാലോഫൈൽസ്, ഹോട്ട് സ്പ്രിങ്സിലുള്ളവർ തെർമോ ആസിഡോഫൈൽസ്, മാർഷി ഏരിയയിലുള്ളവർ മെത്തനോജൻസ് ഒക്കെ എന്നാണ് പറയാറ്. ഓക്കെ, ആർക്കി ബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ഇൻ ഹാവിംഗ് ഡിഫറെൻറ്റ് സെൽ വാൾ സ്ട്രക്ചർ ആൻഡ് ദ ഫീച്ചർ റെസ്പോൺസിബിൾ ഫോർ സർവൈവൽ ഇൻ എക്സ്ട്രീം കണ്ടീഷൻ. മറ്റു ബാക്ടീരിയകളെ അപേക്ഷിച്ച് ആർക്കി ബാക്ടീരിയ ഡിഫറെൻ്റ് ആവാനുള്ള കാരണം അവരുടെ സെൽ വാൾ സ്ട്രക്ചറാണ്. അവർ ഡിഫറെൻറ്റ് ഹാബിറ്റേറ്റിൽ അവർക്ക് ജീവിക്കാനുള്ള കഴിവ് എന്തുകൊണ്ടാണ്? അവരുടെ സെൽ വാളിൻ്റെ സ്ട്രക്ചറും അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കാൻ പറ്റുന്നത്. ഇനി മെത്തനോജൻസ് എവിടെയാണ്? മാർഷി ഏരിയാസിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാർഷി ഏരിയാസിലാണ് മെത്തനോജൻസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ മെത്തനോജൻസ് എവിടെയാണ്? It is also present in the guts of several ruminant animals such as cows and buffaloes. They are responsible for the production of biogas, methane biogas from the dungs of the animals. Cow dung നിന്ന് നമുക്ക് ബയോഗ്യാസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാലേ. കാരണം എന്താണ്? അവരുടെ ഗട്ട്സിൽ എന്തുണ്ട്? മെത്തനോജൻസ് പറഞ്ഞ ബാക്ടീരിയ ഉണ്ട്. അടുത്ത സെക്ഷനാണ് യു ബാക്ടീരിയ. ഈ മൊനീറിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് യു ബാക്ടീരിയ. അവരെ നമ്മൾ ട്രൂ ബാക്ടീരിയ എന്നൊക്കെ പറയാറുണ്ട്. ട്രൂ ബാക്ടീരിയ ദി ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് റിജിഡ് സെൽ വാൾ ആൻഡ് ഈഫ് മോട്ടൈൽ എ ഫ്ലജെല്ലം. അവർ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? റിജിഡ് സെൽ വാൾ ഉള്ളവരായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മോട്ടൈൽ ആണെങ്കിൽ അവർക്ക് എന്തുണ്ടാകും? ഫ്ലജെല്ലം ഉണ്ടാകും. ഫ്ലജെല്ലം ഉണ്ടെങ്കിൽ അവർ മോട്ടൈലാണ്. ഓക്കെ, സൈനോ ബാക്ടീരിയ അതിന് എക്സാമ്പിളാണ്. യു ബാക്ടീരിയൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് സൈനോ ബാക്ടീരിയ. ബ്ലൂ ഗ്രീൻ ആൽഗെ, സൈനോ ബാക്ടീരിയ ബ്ലൂ ഗ്രീൻ ആൽഗെ. ദേ ആർ ഫോട്ടോസിന്തറ്റിക് ആണ്. ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് ആണ്. ആൻഡ് ദേ ആർ യൂണിസെല്ലുലാർ കൊളോണിയൽ ഫിലമെൻഡസ് ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഓർ ടെറസ്ട്രിയൽ ആൽഗെ ആണ്. The colonies are generally surrounded by gelatinous sheath. ഈ ഒരു ഫിഗർ കണ്ടോ? ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് മ്യൂസിലാജിനസ് ഷീത്ത് എന്നുണ്ട് ഇവിടെ എഴുതിയ. അതാണ് ജെലാറ്റിനസ് ഷീത്ത്. ജെലാറ്റിനസ് ഷീത്തിൻ്റെ വേറെ പേരാണ് മ്യൂസിലാജിനസ് ഷീത്ത്. ഓക്കെ, they often forms blooms in pollutant water bodies. Some of these organisms can fix atmospheric nitrogen in a specialized cells called heterocyst. Heterocyst കണ്ടോ? ഇവിടെ കണ്ടോ? ഹെട്രോസിസ്റ്റ് ഫിഗറിൽ കണ്ടോ? ഈ ഹെട്രോസിസ്റ്റിന് എന്ത് കഴിവുണ്ട്? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. എക്സാമ്പിൾ നോസ്റ്റോക്ക്, അനാബിന, ഓസിലറ്റോറിയ, ഔലോസിറ, അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് നോസ്റ്റോക്കും അനാബിനയുമാണ്. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഔലോസിറ, ഓസിലറ്റോറിയ ഒക്കെ എക്സാമ്പിളാണ്.
Chemosynthetic autotrophic bacteria oxidize various inorganic substances such as nitrate, nitrite, and ammonia and used the released energy for ATP production. ഈ നൈട്രേറ്റും നൈട്രൈറ്റും അമോണിയനെയും എന്ത് ചെയ്യുന്നുണ്ട്, സിമ്പിൾ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഈ റിലീസ് ചെയ്തിട്ടുള്ള എനർജീനെ എ ടി പി പ്രൊഡക്ഷന് യൂസ് ചെയ്യാറുണ്ട്. They play a great role in recycling nutrients such as phosphor, nitrogen and iron and sulfur. ഇതൊന്ന് നോക്കണേ. നൈട്രജൻ, ഫോസ്ഫർ, അയൺ ആൻഡ് സൾഫറിൻ്റെ റീസൈക്ലിങ്ങിന് ഇവർ നല്ലോണം സഹായിക്കുന്നുണ്ട്. ആര്? കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്. നിങ്ങൾ ബാക്ടീരിയ എന്നല്ല കേട്ടോ, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ തന്നെ പറയണം. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഇനി മറന്നു പോകരുത്. ഇനി ഹെട്രോട്രോഫിക് ബാക്ടീരിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലർ ഹെട്രോട്രോഫിക് ആകാം, ചിലർ ഓട്ടോട്രോഫിക് ആകാം എന്ന്. ഹെട്രോട്രോഫിക് ബാക്ടീരിയ ആർ മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻ നാച്ചർ. ഏറ്റവും കൂടുതലുള്ളത് ഹെട്രോട്രോഫിക് ബാക്ടീരിയ ആണ് കേട്ടോ. ഏറ്റവും കൂടുതലുള്ളത് ഹെട്രോട്രോഫിക് ബാക്ടീരിയ ആണ്. ദ മെജോറിറ്റി ആർ ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ്. മെനി ഓഫ് ദം ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ അഫയേഴ്സ്. നമ്മൾ ഹ്യൂമൻസിനെ ചില ബാക്ടീരിയകൾ ഹ്യൂമൻസിനെ നന്നായിട്ട് സഹായിക്കുന്നവരുണ്ട്. ആരാണ്? എന്തിനൊക്കെയാണ്? മിൽക്കിനെ കേർഡാക്കാൻ സഹായിക്കുന്നുണ്ട്, മേക്കിംഗ് ഓഫ് കേർഡ് ഫ്രം മിൽക്ക് പ്രൊഡക്ഷൻ. അതുപോലെ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്, ഫിക്സിങ് നൈട്രജൻ ഇൻ ലഗ്യൂംസ്. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ബാക്ടീരിയ ആണ്, അല്ലെങ്കിൽ ഹെട്രോട്രോഫിക് ബാക്ടീരിയ ആണ് ചെയ്യുന്നത്. എന്ത്? മിൽക്കിനെ കേർഡാക്കി മാറ്റുന്നത്, ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കുന്നത്, അതുപോലെ നൈട്രജൻ ലെഗ്യൂം പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ നൈട്രജനെ ഫിക്സ് ചെയ്യുന്നതൊക്കെ ആരാണ്? ഈ ഹെട്രോട്രോഫിക് ബാക്ടീരിയ ആണ്. സം ആർ പാത്തജൻ കോസിങ് ഡാമേജ് ടു ഹ്യൂമൻ, ക്രോപ്പ്, ഫാം ആനിമൽസ് ആൻഡ് ഓൾസോ ടു ദ പെസ്റ്റ്. എന്തൊക്കെ ഡിസീസസ് ആണ് ബാക്ടീരിയൽ ഡിസീസ്? കുറേ ഡിസീസസ് ഉണ്ട് കേട്ടോ. ഇതിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ കൊളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ, അങ്ങനെ അതൊക്കെയാണ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. കുറേ ഉണ്ട്. നമ്മളുടെ ടൈഫോയിഡ് ഉണ്ട്, ടൈഫോയിഡിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ടൈഫോയിഡ് ഉണ്ട്. അതുപോലെ ന്യൂമോണിയ ഇല്ലേ, നമ്മളുടെ ന്യൂമോണിയ ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ട്യൂബർക്കുലോസിസ് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. സിഫിലിസ് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. പ്ലാഗ് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. അങ്ങനെ കുറേ ഡിസീസ് ഉണ്ട്. ഡിഫ്തീരിയ ഒക്കെ ബാക്ടീരിയൽ ഡിസീസാണ്. ബാക്ടീരിയ റീപ്രൊഡ്യൂസ്ഡ് ബൈ ഫിഷൻ ആണ്. ബാക്ടീരിയ ഫിഷൻ വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ ദേ പ്രൊഡ്യൂസ് സ്പോർ ആണ്. ചില സമയത്ത് അവർ സെക്ഷൽ റീപ്രൊഡക്ഷനും കാണിക്കാറുണ്ട് ബൈ അഡോപ്റ്റിംഗ് പെർമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു ദി അതർ. ഓക്കെ, ഇനി ഈ ഒരു കിൻഡം മൊനീറൻ്റെ ലാസ്റ്റത്തെ സെക്ഷനാണ്. എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ആൾ എന്താണ്? കംപ്ലീറ്റ്ലി ലാക്ക് സെൽവാളാണ്. ഇവർക്ക് സെൽവാളേ ഇല്ല, ഇവർക്ക് സെൽവാളില്ല. ഇവർക്ക് എന്തില്ല? സെൽവാളില്ല. സ്മോളസ്റ്റ് ലിവിങ് സെൽ നോൺ ആണ്. സ്മോളസ്റ്റ് ലിവിങ് സെല്ലാട്ടോ. ലിവിങ് സെൽ നോൺ ആണ് സ്മോളസ്റ്റ്, നോൺ ലിവിങ് സെൽ അല്ല കേട്ടോ. സ്മോളസ്റ്റ് സെൽ നോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയേണ്ടത് ആരെയാണ്? നമ്മളുടെ വൈറസിനെയാണ്. പക്ഷെ സ്മോളസ്റ്റ് ലിവിങ് സെൽ നോൺ എന്ന് പറഞ്ഞാൽ മൈക്കോപ്ലാസ്മയാണ്. ദേ കംപ്ലീറ്റ്ലി ലാക്ക് സെൽ വാളാണ്. സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ, പാത്തജൻ ടു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇത്രയുമാണ് മൈക്കോപ്ലാസ്മ. മൈക്രോപ്ലാസ്മയുടെ ഒരു ജസ്റ്റ് ഒരു പാരഗ്രാഫേ ഉള്ളൂ, ചെറിയൊരു പാരഗ്രാഫ്. ദേ കംപ്ലീറ്റ്ലി ലാക്ക് സെൽ വാൾ, സ്മോളസ്റ്റ് ലിവിങ് സെൽ നോൺ, സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ, പാത്തജൻ ടു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇത്രയേ ഉള്ളൂ. വെരി ഈസിയാണ് ഈ ചാപ്റ്റർ. നിങ്ങൾ ടഫാണെന്ന് തോന്നണ്ട, വെരി ഈസിയാണ്. ഇനി കിങ്ഡം പ്രോട്ടിസ്റ്റയും കിങ്ഡം ഫഞ്ചയും പിന്നെ ജസ്റ്റ് പ്ലാന്റിനെയും ആനിമലിനെയും പറ്റി ഒരു ഐഡിയയും തരും. അതുപോലെ വൈറസിന് ഈ ഒരു ചാപ്റ്ററിൽ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വൈറസ് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ വൈറസും നമ്മളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതാണ് വൈറസിനെ പറ്റിയും. അതുകൊണ്ട് അതും കൂടി ഈ ചാപ്റ്ററിലുണ്ട്. റെസ്റ്റ് ബാക്കി പാർട്സിൽ നിങ്ങൾക്ക് കാണാം. ബാക്കി സെക്ഷൻസ് നിങ്ങൾക്ക് ഇനി വീഡിയോസ് വരും. ഓക്കെ, താങ്ക് യു.